ഈ 2024 പാരീസ് ഒളിമ്പിക്സിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ബ്രേക്ക് ഡാൻസ്. ഡാൻസിനോട് അടുപ്പമുണ്ടെങ്കിലും കൃത്യമായ ഫിറ്റ്നസ് സൂക്ഷിക്കേണ്ട കായിക ഇനമാണിത്. ബ്രേക്കിംഗ് എന്നാണ് ഒളിമ്പിക്സിൽ ഈ കായിക ഇനത്തിൻ്റെ പേര്. ബ്രേക്ക് ഡാൻസ് കലയാണോ കായിക ഇനമാണോ? ഈ വർഷത്തെ പാരീസ് ഒളിമ്പിക്സോടുകൂടി അതിന് ഉത്തരം കിട്ടുകയാണ്. പാരീസിൽ അരങ്ങേറ്റം കുറിക്കുന്ന ബ്രേക്ക് ഡാൻസിനെ തൽക്കാലം നമുക്ക് കായിക ഇനത്തിൽപ്പെടുത്താം. ചില മുൻധാരണകളെ ബ്രേക്ക് ചെയ്യാനാണ് ഇത്തവണ ബ്രേക്ക് ഡാൻസിനെ മത്സര ഇനമായി ഉൾപ്പെടുത്തുന്നത്. ഒളിമ്പിക്സ് സംഘാടകർ ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ പേരിലെ ഡാൻസ് എടുത്ത് കളഞ്ഞു. ബ്രേക്കിംഗ് എന്നാണ് ഇതിന് ഒളിമ്പിക്സിലെ പേര്. ഡാൻസ് മാത്രമല്ല, കൃത്യമായ അത്ലറ്റിക്സും സൂക്ഷ്മതയും ഫിറ്റ്നസ്സും ആവശ്യമുള്ള കായിക ഇനം കൂടിയാണ് ഇത് എന്നാണ് പ്രഖ്യാപനം. പാരീസിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഒരേ ഒരു കായിക ഇനമാണ് ബ്രേക്കിംഗ്. ഡൗൺ റോക്ക്, ടോപ്പ് റോക്ക്, പവർ മൂവ്സ്, ഫ്രീസ് എന്നീ ഇനങ്ങളിലാണ് മത്സരം. ബി ബോയ്സ്, ബി ഗേൾസ് എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലാണ് മത്സരം. ഇരുവിഭാഗത്തിലും 16 പേർ വീതം ഉണ്ടാകും. വ്യക്തിഗതമായാണ് മത്സരം. ഒരു വിഭാഗത്തിൽ ഒരു മത്സരാർത്ഥിയുടെ ഊഴം കഴിഞ്ഞാൽ എതിരാളി ഇറങ്ങും. ജേതാക്കളെ നിശ്ചയിക്കാൻ 5 ജഡ്ജിമാർ ഉണ്ടാകും. ക്രിയേറ്റിവിറ്റി, പേഴ്സണാലിറ്റി, ടെക്നിക്, വെറൈറ്റി, പെർഫോമേറ്റിവിറ്റി, മ്യൂസിക്കാലിറ്റി എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലാണ് പോയിൻ്റ് നൽകുന്നത്. ടെക്നിക്, പെർഫോമേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി എന്നിവയ്ക്ക് 60% പോയിൻ്റാണ് ഉണ്ടാവുക. മറ്റു 3 വിഭാഗങ്ങളിലായി 40%. 1970-കളിൽ ന്യൂയോർക്കിലെ തെരുവുകളിൽ യുവാക്കൾക്കിടയിൽ അലയടിച്ച ബ്രേക്ക് ഡാൻസ് തരംഗം പിന്നീട് യൂറോപ്പിലേക്കും മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കും ചുവടുവെച്ചു. 2018 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ നടന്ന യൂത്ത് ഒളിമ്പിക്സിലൂടെയാണ് മത്സര ഇനമായി ബ്രേക്ക് ഡാൻസ് ചുവടുറപ്പിച്ചത്. യുവാക്കളിൽ വലിയ ആവേശമുണ്ടാക്കാൻ മത്സര ഇനത്തിന് സാധിക്കുമെന്ന് കണ്ടാണ് ബ്രേക്ക് ഡാൻസിനെ ഒളിമ്പിക്സിലേക്ക് ഉൾപ്പെടുത്തിയത്. ജൂലൈ 26 ആരംഭിക്കുന്ന ഒളിമ്പിക്സിൽ ഓഗസ്റ്റ് 9-10 ദിവസങ്ങളിലാണ് ഈ മത്സരം നടക്കുക.